Anthony Giddens was a sociologist who have studied more on environmental pollution. He has an opinion that environmental issues were in prevalence even during the time of agricultural economy. കൃഷി ബേസിക്കായിട്ടുള്ള മാർഗമാക്കി ഒരു സെറ്റിൽഡ് ലൈഫ് മനുഷ്യൻ തുടങ്ങി അന്ന് മുതലേ ഉണ്ട് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് എല്ലാം. പക്ഷേ അതിൽ മിക്കവാറും എല്ലാം തന്നെ നാച്ചുറലായിട്ട് ഉണ്ടായിട്ടുള്ളതായിരുന്നു. അതായിരുന്നു ഒരു വ്യത്യാസം. പക്ഷേ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള എക്കണോമി തുടങ്ങിയതിൽ പിന്നെയാണ് മാൻമെയ്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് വരാൻ തുടങ്ങിയത് എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. In his opinion, modern society is more dangerous, and as a result, environmental issues are much greater than in agricultural economy. Okay. Modern lifestyle of man has become a threat to the fellow living things. ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്നതല്ല ഈ പരിസ്ഥിതിയുടെ നാശം. അതിന് ആഗോളതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. He says that sociology views environmental problems as social problems. He has an opinion that our responsibility is to reduce the level of carbon dioxide in the atmosphere. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലെല്ലാം തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇൻക്രീസ് മൂലമുണ്ടാകുന്ന ആഗോള താപനത്തിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് വിവരിച്ചിട്ടുണ്ട്. Since carbon dioxide increase is due to the modernization and industrialization. Before industrialization, the global warming due to carbon dioxide was not there. Okay. He says that technological growth has led not only to the development but also to the loss of balance and equilibrium in environment. The globalization, which allows the liberal usage of capital, enhances the degradation of environment. ഇദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് എൻവയോൺമെൻറ്റൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് ആർ ഫ്രീക്വൻറ്റ് ഇൻ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. പക്ഷേ ക്യാപിറ്റലിസ്റ്റ്, അതായത് ഫാക്ടറി ഓണേഴ്സും അതുപോലെ ക്വാറി ഓണേഴ്സും ഒക്കെ ഈ ഒരു കാര്യത്തിൻ്റെ, ഈ ഒക്യുപ്പേഷണൽ ഹസാർഡ് എന്ന് പറയുന്ന പരിസ്ഥിതി നാശത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവരൊന്നും തയ്യാറാവുന്നില്ല. അവരൊക്കെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഈവൻ ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ പോലും പൊടിയിട്ടിട്ട് ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട്. അപ്പം എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ജനരോഷം ഇതിനെതിരെയാവും അല്ലേ? അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതിഷേധങ്ങളും കൂടാനുള്ള സാധ്യതയുണ്ട്. നോർമൽ രീതികളിൽ നിന്നും മാറിയിട്ട് പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് എൻവയോൺമെൻറ്റൽ പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. എൻവയോൺമെൻറ്റൽ പൊളിറ്റിക്സ് ഉണ്ടാകാൻ, എമേർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 റീസൺസാണ് ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് എക്കോളജിക്കൽ ത്രെറ്റ്, രണ്ടാമത്തത് നോർമേറ്റീവ് എംപ്റ്റിനെസ് ഓഫ് മോഡേൺ വേൾഡ്. എക്കോളജിക്കൽ ത്രെറ്റ് എന്ന് പറയുമ്പം മനുഷ്യൻ്റെയും സഹജീവികളുടെയും ജീവന് ഭീഷണിയായിക്കൊണ്ട് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൽ നിന്നും രക്ഷ നേടുക. രണ്ടാമത്തത് നോർമേറ്റീവ് എംപ്റ്റിനെസ് ഓഫ് മോഡേൺ വേൾഡ്. അത് ഉദ്ദേശിക്കുന്നത് ആധുനിക മനുഷ്യൻ്റെ മൂല്യത്തകർച്ചകളാണ്. മറ്റ് സഹജീവികൾക്ക് സ്പേസ് കൊടുക്കാതെയുള്ള സെൽഫിഷായിട്ടുള്ള വളർച്ചയിലേക്കുള്ള കേന്ദ്രീകരണം, ഇതൊക്കെ തടയണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ്, അല്ലെങ്കിൽ ഈ 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടും എൻവയോൺമെൻറ്റൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉടലെടുക്കാൻ കാരണമായത്. ആധുനിക മനുഷ്യൻ എപ്പോഴും ശ്രദ്ധ പതിപ്പിക്കുന്നത് വികസനത്തിലാണ്. അത് കാരണം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധം, നല്ലൊരു ബന്ധം അവർ മറന്നുപോയി. അത് പരിസ്ഥിതിയെ ചൂഷണം ചെയ്യാനും അതുവഴി സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനും കാരണമായി. അപ്പോൾ ഇത്തരമൊരു പ്രശ്നത്തിൽ നിന്നും നമ്മളെല്ലാവരും കരകയറണം എന്നുള്ള രീതിക്കാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ, അതായത് എൻവിറോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ശ്രമിക്കുന്നത്. These movements aims at making public awareness regarding all these matters. Giddens says that it is the responsibility of the government to solve these type of issues. In his famous work, The Politics of Climatic Change, he complains about the scarcity of environmental conservation activists.
Since climatic change is a global issue, it should be given due seriousness and should be resolved immediately. So, these are the viewpoints of Anthony Giddens regarding environment. Consequences of Modernity, which was published in the year 1990, and The Modernity and Self-Identity, published in 1991, were the famous writings of Giddens, in which he has expressed all his views about environment. So, hereby we are winding up. Thank you for watching.